ഹൈക്കോടതി പ്ലീഡർ നിയമനത്തിനെതിരെ പരാതി. പ്ലീഡറായി യോഗ്യതയില്ലാത്തവരെ നിയമിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം, നിയമനങ്ങൾ പുനഃപരിശോധിക്കണമെന്നും ആവശ്യം. ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയത് NCP മുൻ നേതാവ് പ്രദീപ് പാറപ്പുറമാണ്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. പ്രദീപ്, ഇങ്ങനെ ഒരു പരാതി സാധാരണ ഉണ്ടാകാറുണ്ടോ പ്ലീഡർ നിയമനത്തിലൊക്കെ? സാധാരണഗതിയിൽ പരാതികൾ ഉണ്ടാകാറുള്ളത് നിയമനം ലഭിക്കാതെ പോകുന്ന ചില ആളുകൾ പരാതി നൽകുന്ന സാഹചര്യമുണ്ട്. ഇവിടെ പുറത്തുനിന്നാണ് ഒരു പരാതി വന്നിരിക്കുന്നത്. ഹൈക്കോടതിയിലെ പ്ലീഡർ, സീനിയർ പ്ലീഡർ, സ്പെഷ്യൽ പ്ലീഡർ പദവിയിലേക്ക് നടന്ന നിയമനങ്ങളെക്കുറിച്ച് അന്വേഷണം തേടിയാണ്, അടിയന്തര ഇടപെടലും അന്വേഷണവും തേടിയാണ് മുഖ്യമന്ത്രിക്കും ഒപ്പം നിയമമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രി, കൂടാതെ ഗവർണർക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ പ്ലീഡർ നിയമനം സംബന്ധിച്ച് ഏറെ ആക്ഷേപങ്ങൾ ഉയർന്നിരിക്കുന്നു. യോഗ്യതയില്ലാത്ത ചില ആളുകൾക്ക് നിയമനം നൽകിയതായി ആക്ഷേപമുണ്ട്. മാത്രവുമല്ല, പല ആളുകളും കാലങ്ങളായി ഹൈക്കോടതിയിൽ പ്രാക്ടീസ് നടത്തുന്നവരല്ല എന്നുള്ള ആക്ഷേപമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇവയെക്കുറിച്ചെല്ലാം അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇവരുടെ യോഗ്യതകളെക്കുറിച്ച് അന്വേഷിക്കണം, മാനദണ്ഡങ്ങൾ മറികടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. അത്തരത്തിൽ യോഗ്യതകൾ ലംഘിച്ചിട്ടുണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ മറികടന്നിട്ടുണ്ട് എങ്കിൽ ആ നിയമനങ്ങൾ റദ്ദാക്കണമെന്നും ഗവർണർക്ക് ഉൾപ്പെടെ നൽകിയ ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടാതെ മുൻപെങ്ങും ഇത്ര ഗൗരവതരമായ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടില്ല. ഹൈക്കോടതിയിലെ പ്ലീഡർ നിയമനം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സുപ്രധാനമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അത് സുതാര്യമായിരിക്കണം. കൂടാതെ നിയമിതരായ ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭിക്കാനുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ അതിനുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്നും ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. NCPയുടെ മുൻ യുവജന വിഭാഗം നേതാവ് കൂടിയായ പ്രദീപ് പാറപ്പുറമാണ് പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. അതേസമയം ഈ നിയമനം സംബന്ധിച്ച് ചില പരാതികൾ ഹൈക്കോടതിയിൽ തന്നെ വൈകാതെ എത്തുമെന്നുള്ള സൂചനകളും ഉയരുന്നുണ്ട്. ശരി.